ഓട്ടോമാറ്റിക് ക്ലീനിങ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇതിനകത്ത് ഇൻസ്റ്റാൾഡ് ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ടാങ്കിലെ വെള്ളം ഒരിക്കലും ചൂടാവില്ല. ക്ലീൻ ആൻഡ് കൂൾ ആൾവേസ്. FC ROVER എന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്തിനടുത്ത് ലക്കിടി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ലക്കിടിയിൽ കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്കിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇപ്പോൾ വന്നിട്ടുള്ളത് സാഗർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലാണ്. ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ല, പുറകിൽ കാണുന്നില്ല, ഒത്തിരി വാട്ടർ ടാങ്കുകൾ അതേപോലെ സെപ്റ്റിക് ടാങ്കുകളൊക്കെ ചെയ്തെടുക്കുന്ന അതിന്റെ പ്രൊഡക്ഷൻ രീതിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത് നമുക്ക് കാണാം. നേരെ കമ്പനിക്കകത്തേക്ക്. സാഗർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള അനീഷാണ് ഇപ്പൊ എന്റെ മുന്നിൽ. അനീഷേട്ടാ നമസ്കാരമുണ്ട്. അതേപോലെ തന്നെ കൂടെ ഉള്ളത് സേതുവാട്ടനുണ്ട്, കമ്പനി ഡയറക്ടറാണ്. നിതീഷാണ്ടും കൂടെ ഉണ്ട്. ഇവരൊക്കെ കൂടിയിട്ട് ഇവർ മാത്രമല്ല, ഇതിന്റെ പിന്നിൽ വേറെയും കുറെ ആൾക്കാരുണ്ട്. ഞാൻ അനീഷയുടെ ഈ ഒരു കമ്പനിയിലേക്ക്, നിങ്ങളെ ഈ ഒരു സാഗറിലേക്ക് വരാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാട്ടർ ടാങ്ക് ചെയ്തെടുക്കുന്ന കമ്പനികളെ പരിചയപ്പെടുത്താൻ വല്ല കാണണം, ഇതെങ്ങനെ പ്രൊഡക്ഷൻ ചെയ്യുന്ന വലിയൊരു ആഗ്രഹം എനിക്കുണ്ടായത്. അങ്ങനെ ഒത്തിരി കമ്പനി അന്വേഷിച്ചപ്പോഴാണ് നിങ്ങൾ ഇത്രയും വലിയ രീതിയിൽ ഇവിടെ ഒരു കമ്പനി റൺ ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ടാണ് നിങ്ങളെ ഞാൻ കോൺടാക്ട് ചെയ്തും ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ തുടങ്ങിയിട്ട് ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ എത്ര വർഷമായി? നമ്മൾ 2016 ഈ ഒരു ഫേം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, സാഗർ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുന്നത്. ഞങ്ങളൊരു വട്ടം എൻജിനീയേഴ്സ്, ടെക്നിക്കൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസാണ് ഈ സംരംഭത്തിന് പിന്നിലുള്ളത്. ഇപ്പോൾ നേരത്തെ ഫിറോസ് ഭായി പറഞ്ഞ പോലെ നമ്മൾ 2 പാർട്ട്നേഴ്സിനെ പരിചയപ്പെട്ടു. ഇനി 2 പാർട്ട്നേഴ്സായിട്ട് തന്നെ നമ്മുടെ 2 പേരുണ്ട് ഞങ്ങളുടെ ഒപ്പം തന്നെ നല്ലൊരു സ്റ്റാഫ് സ്ട്രെങ്ത്, അത് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഓപ്പറേറ്റർമാരും സ്ഥിരമായിട്ടുള്ള വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളൊക്കെ ആയിട്ടുള്ള നല്ലൊരു ടീമാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു സംരംഭമാണ് ഞങ്ങൾ തുടങ്ങിയത്. വളരെ ചെറിയ സംരംഭം പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു 3 ഡിസ്ട്രിക്ട് മാത്രം കവർ ചെയ്യാമെന്നുള്ള രീതിയിലുള്ള ഞങ്ങളൊരു കുറച്ച് ടെക്നിക്കലായിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അവർക്ക് എല്ലാവർക്കും ഒരു ജോലി എന്നതിനപ്പുറം ഞങ്ങൾ ഇതിനൊരു 10-15 ആൾക്കാർക്ക് ജോലിയും കൊടുക്കുക എന്നുള്ള രീതിയിൽ തുടങ്ങിയ സംരംഭമാണ്. എന്നാൽ ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2000 ഡീലർ നെറ്റ്വർക്ക് ഞങ്ങൾക്കിപ്പോൾ നിലവിലുണ്ട്. ഡീലേഴ്സ് നെറ്റ്വർക്ക് ഉണ്ട്. 1 ലക്ഷം ലിറ്റർ മാക്സിമം പ്രൊഡക്റ്റ് ചെയ്യാവുന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് ഞങ്ങൾ 10 ലക്ഷം ലിറ്ററോളം പ്രൊഡക്റ്റ് ചെയ്യാവുന്ന പ്രൊഡക്ഷൻ കപ്പാസിറ്റി നമ്മൾ പൂർണ്ണമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി എനിക്ക് അറിയേണ്ടത് ഇവിടെ നടക്കുന്ന ഈ പ്രൊഡക്ഷൻ, അത് കാണാൻ ഞാൻ മെയിൻ ആയിട്ടുള്ള വന്നിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഇത് ചെയ്തെടുക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ 3 പ്ലാന്റുകളിലെ ഒരു പ്ലാന്റാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ നമ്മൾ റൊട്ടേഷൻ മോൾഡിംഗ് സംവിധാനത്തിലാണ് നമ്മുടെ പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് നടക്കുന്നത്. ഇവിടെ കാണുന്നത് LLDP എന്ന് പറയുന്ന മെറ്റീരിയലും അതിലേക്ക് ആവശ്യമായ കളർ ഗ്രേഡിയന്റും കൂടി മാനുവലി മിക്സ് ചെയ്യുന്നതാണ്. ഇവിടെ നിങ്ങൾ എന്താണ് റോ മെറ്റീരിയൽ എന്താ പർച്ചേസ് ചെയ്യുന്നത്? LLDP ലീനിയർ ലോ ഡെൻസിറ്റി പോളി. അതിനൊക്കെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരില്ല? തീർച്ചയായിട്ടും അത് ആ ക്വാളിറ്റിയുടെ ആയിട്ടുള്ള ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നമ്മൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 100% വെർജിൻ ആയിട്ടുള്ള മെറ്റീരിയൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അതും ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് ONGCയുടെ മെറ്റീരിയലാണ്. ഇതേപോലെ ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്ത സാബിക്കിൻ്റെ മെറ്റീരിയലും ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കളർ, ഇപ്പോൾ ടാങ്കിൻ്റെ ഉൾവശത്തെ കളറ് മിക്സ് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിലേക്ക് കളർ ഗ്രേഡിയൻ്റ് ആയിട്ടുള്ള മാസ്റ്റർ ബാച്ച് നമ്മൾ ആഡ് ചെയ്യും. അതിനുശേഷം ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന മെഷീൻ എന്ന് പറയുന്നത് എക്സ്ട്രൂഷൻ മെഷീനാണ്. എക്സ്ട്രൂഷൻ എന്ന് പറയുന്നത് കളർ മിക്സ് ചെയ്ത ശേഷം, ഇപ്പോൾ LLDPക്ക് ഒരു കളർ ലെസ് എന്ന് വേണമെങ്കിൽ പറയാം, കളർ ഇല്ലാത്തൊരു മെറ്റീരിയലാണ്. അതിനെ നമുക്ക് ആവശ്യ രൂപേണയുള്ള കളറാക്കി എടുക്കാൻ, ടാങ്കിൻ്റെ ഏത് ആവശ്യത്തിലുള്ള കളറാണോ ആ കളറാക്കി എടുക്കാനുള്ള ഒരു എക്സ്ട്രൂഷൻ പ്രോസസ്സാണ് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഈ മെറ്റീരിയൽ മിക്സ് ചെയ്ത് മാനുവലി മിക്സ് ചെയ്ത് ഫീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഈ എൻഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അതൊരു വയർ രൂപയാണ് കളേഡായി. ഇപ്പം നിങ്ങൾ ആദ്യം കണ്ട മെറ്റീരിയലല്ല, ഇവിടെ നിന്ന് വരുമ്പോൾ കളേഡായിട്ടാണ് വരുന്നത്. കൂളിംഗ് ടാങ്കിലൂടെ കടത്തി വിട്ട് തണുപ്പിച്ച ശേഷം ഈ മെഷീനെ പറയുക പെല്ലറ്റൈസർ എന്നാണ്. ഈ പെല്ലറ്റൈസറിൽ നമ്മൾ ഗ്രാനുലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഗ്രാനുലിനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റൊട്ടേഷണൽ മോൾഡിങ്ങിലാണ് നമ്മൾ വാട്ടർ ടാങ്ക് മേക്ക് ചെയ്യുന്നത്. അത് സെൻട്രിഫ്യൂജൽ ഫോഴ്സിൽ വേണം ടാങ്കിൻ്റെ മോൾഡിൻ്റെ ഉള്ളിൽ, നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കും. അതിൻ്റെ ഉള്ളിൽ പറ്റി പിടിക്കണമെങ്കിൽ നമുക്ക് ഈ ഗ്രാനുലിനെ നേരിട്ട് ഫീഡ് ചെയ്യാൻ സാധിക്കില്ല. അതിന് ഇവിടെയാണ് ഈ കാണുന്ന മെഷീനാണ് പൾവറൈസർ. ഈ മെഷീനിൽ നമ്മൾ എന്താ ചെയ്യുന്നതെങ്കിൽ ഈ ഗ്രാനുലിനെ ഫീഡ് ചെയ്തിട്ട് വീണ്ടും അതിനെ ഒരു 20 മൈക്രോൺ റീജിയനിലേക്ക് കൊണ്ടുവന്ന് പൗഡർ ആക്കാണ് ചെയ്യുന്നത്. പൊടിച്ച് പൗഡർ ആക്കി. തീർച്ചയായിട്ടും ഈ പൗഡറാണ് നമ്മൾ പ്രൊഡക്ഷനിലേക്ക് ഉപയോഗിക്കുന്നത്. ഈ പൗഡറാണ് എടുക്കുക? അല്ല നമ്മുടെ ഈ ആദ്യത്തെ 2 പ്രോസസ്സും ഈ ഫൈനൽ റൊട്ടേഷൻ മോൾഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യാനുള്ള മെഷീനറീസ് ആണ്. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകുന്നത് റൊട്ടേഷൻ മോൾഡിംഗ് സംവിധാനത്തിലേക്കാണ് പോകുന്നത്. ഇപ്പം നമ്മൾ കാണുന്നത് ഇത് വാട്ടർ ടാങ്ക് മേക്ക് ചെയ്യാനുള്ള ബയാക്സിൽ റോട്ടോ മോൾഡിംഗ് മെഷീൻ എന്ന് പറഞ്ഞ മെഷീനാണ്. ഇതൊരു ഭയങ്കര സംഭവം തന്നെയാണല്ലോ. ഹ്യൂജ് സൈസ്. ഇതിപ്പോ ഇവിടെ ഉള്ള ഈ ഫാക്ടറിയിൽ ഇപ്പൊ നിങ്ങൾ കാണുന്നത് 1000ന്റെ 2 ടാങ്ക് അറ്റ് എ ടൈം പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ ഇതിനും വലിയ മെഷീനറീസ് ഉണ്ട്. 10,000 ലിറ്റർ വരെ നമുക്ക് മാനുഫാക്ചർ ചെയ്യാവുന്ന മെഷീനറീസ് ഉണ്ട്. ഇത് ബയാക്സിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബയാക്സിൽ റോട്ടോ മോൾഡിംഗ് മെഷീനാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ 3 ലെയർ വാട്ടർ ടാങ്ക് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള ലേയേഴ്സ് ആയിട്ടാണ് മേക്ക് ചെയ്യുന്നത്. നോ. ഇപ്പോൾ 2 ലെയർ, 3 ലെയർ, 4 ലെയർ ആണ് സാധാരണ മാർക്കറ്റിൽ ഇപ്പോൾ നമ്മുടെ കേരള മാർക്കറ്റിലെ ഏറ്റവും ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ. ഈ കാണുന്നത് നമ്മുടെ ഹീറ്റിംഗ് ചേമ്പറാണ്.
ഞങ്ങൾ ഓവൻ എന്ന് പറയും. ഇത് വലിയൊരു ഓവനാണ്. യെസ്, വലിയൊരു ഓവനാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇതിൽ നമ്മൾ മൾട്ടി സ്റ്റേജ് ഗ്യാസ് ബർണറാണ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഗ്യാസ് ബർണർ കത്തിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ, പ്ലസ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ 2 ബ്ലോവർ വെച്ചിട്ട് എയർ സർക്കുലേഷൻ നടത്തുന്നുണ്ട്. ഈ എയർ സർക്കുലേഷൻ ഈ മോൾഡ് ഇതിൻ്റെ അകത്തോട്ട് പോകുമ്പോൾ ഗ്യാസ് ബർണർ ഓൺ ആക്കുകയും ഈ എയർ സർക്കുലേഷൻ നടക്കുകയും ചെയ്യുമ്പോൾ മോൾഡ് എക്സ്റ്റേണലി തന്നെ ചൂടാവും. ഈ ചൂടായ മോൾഡിലേക്കാണ് നമ്മൾ ഓരോ ലെയറുകളായിട്ട് പൗഡർ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 3 ലെയർ വാട്ടർ ടാങ്ക് ആണെങ്കിൽ ആദ്യത്തെ വൈറ്റ് ലെയർ, ഏറ്റവും പുറത്ത് നമ്മൾ കാണുന്ന വൈറ്റ് ലെയറാണ് ആദ്യമായിട്ട് ഫീഡ് ചെയ്യുക. 3 ലെയർ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുക. ആദ്യത്തെ ലെയർ ഇട്ടു, അതിന് ചൂട് കൊടുത്തു, അത് മെൽറ്റ് ചെയ്യിച്ചു. അതേ സമയം തന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ബൈആക്സിൽ റോട്ടോ മോൾഡിംഗ് എന്ന് പറഞ്ഞാൽ 2 ആക്സിൽ അറ്റ് എ ടൈം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കറങ്ങുമ്പോൾ എന്താണെങ്കിൽ നമ്മൾ ഫീഡ് ചെയ്യുന്ന പൗഡർ, ഈ പൗഡർ സെൻട്രിഫ്യൂജൽ ഫോഴ്സിൽ ടാങ്കിൽ പോയിട്ട്, അതായത് മോൾഡിൽ പോയിട്ട് പറ്റിപ്പിടിക്കും. എല്ലാ ഭാഗത്തും ഒരേപോലെ ബോണ്ടിങ് നടക്കും. അതിനാണ് പുറത്തുനിന്ന് ഹീറ്റ് കൊടുത്ത് മോൾഡിനെ മാത്രം ചൂടാക്കുന്നത്. പ്ലാസ്റ്റിക്കിനെ നേരിട്ട് നമ്മൾ ഉരുക്കുകയല്ല ചെയ്യുന്നത്. അത് മോൾഡിനെ ചൂടാക്കുമ്പോൾ ഈ റൊട്ടേഷണൽ ഫോഴ്സിൽ തന്നെ പോയിട്ട് എല്ലായിടത്തും ഒരേപോലെ ഒരേ ലെയറിലായിട്ട് ബോണ്ടിങ് പിടിക്കും. അങ്ങനെ ആ റഫ് ലെയർ എത്തിക്കഴിഞ്ഞാൽ അടുത്ത ലെയർ ഫീഡ് ചെയ്യും. അതായത് വൈറ്റ് ടാങ്ക് ആണെങ്കിൽ രണ്ടാമത്തെ ലെയർ ബ്ലാക്ക് ആണ്. ഈ ബ്ലാക്ക് ലെയർ ഫീഡ് ചെയ്യും. ബ്ലാക്ക് ലെയർ ഫീഡ് ചെയ്ത് അത് ഇതേ പറഞ്ഞ പ്രോസസ്സ് അവിടെ നടക്കും. അത് കഴിഞ്ഞ് 3ാമത്തെ ലെയർ നമ്മൾ ഫീഡ് ചെയ്യും. അത് ഇതേ പറഞ്ഞ 3ാമത്തെ ലെയർ ഫീഡ് ചെയ്തു. അതും ഇതിന് നിശ്ചിതമായ മെൽറ്റിംഗ് കൊടുക്കും. ഫിനിഷിംഗ് ആണ്, ഉള്ളിലത്തെ ലെയറാണ് നമുക്ക് ഏറ്റവും ഫിനിഷിംഗ് ആയി കിട്ടേണ്ടത്. കാരണം റഫായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ വെള്ളത്തിൽ വരുന്ന ചെളിയൊക്കെ അതിൽ വോളിൽ പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഏറ്റവും ഫിനിഷിംഗ് ആയിട്ട് ഇതിനെ നെക്സ്റ്റ് നമ്മൾ കൂളിംഗ് സ്റ്റേഷനിലേക്ക് മാറ്റും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൂൾ ചെയ്യണം. അതിന് നെക്സ്റ്റ്, അതായത് സമയമാകുമ്പോഴത്തേക്ക് ടാങ്ക് ആയി, ഏകദേശം ടാങ്ക് ആയി കഴിഞ്ഞു. ആക്ച്വലി നമുക്ക് അയച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തണുപ്പിക്കുന്നത്. ഈ തണുപ്പിച്ച ശേഷം, അതായത് അതെ, കാറ്റ് കൊടുത്ത് തണുപ്പിക്കാവുന്നതേ ഉള്ളൂ. തണുത്ത് കഴിഞ്ഞാൽ മോൾഡിൽ നിന്ന് സ്വാഭാവികമായിട്ട് ഷ്രിങ്കേജ് ഉണ്ടാവും. മെറ്റലിൽ പ്ലാസ്റ്റിക് എപ്പോഴും ഷ്രിങ്കേജ് ഉണ്ടാവും. ആ ഷ്രിങ്കേജ് എന്ന് പറയുന്നത് മോൾഡിൽ നിന്ന് തനിയെ ടാങ്ക് റിലീസാവും. ദെൻ നമ്മൾ ഇതിൻ്റെ പാർട്ടീഷൻ ലൈനിൽ നിന്ന് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനത്തിന് ടാങ്കിനെ പുറത്തോട്ട് വലിച്ചെടുക്കാൻ സാധിക്കും. അതിന് ദെൻ അത് പുറത്തോട്ട് എടുത്ത ശേഷം അതിൻ്റെ ഒരു ഇൻസ്പെക്ഷൻ കാര്യങ്ങൾ ഓപ്പറേറ്റർ പ്രിലിമിനറി ഇൻസ്പെക്ഷൻ നടത്തും. ടാങ്കിന് എന്തെങ്കിലും കേടുപാടുകൾ അത് ഒരു സ്കില്ലാണ്. അത് പെട്ടെന്ന് നോക്കിയാൽ തന്നെ അവർക്ക് മനസ്സിലാവും എന്തെങ്കിലുമൊക്കെ കേടുപാടുകളുണ്ടോ, കളറൊക്കെ ലെയറൊക്കെ കറക്റ്റായി പിടിച്ചില്ലേ. ചെക്ക് ചെയ്ത ശേഷം അതിൻ്റെ ഫിനിഷിംഗ് ആയിട്ടുള്ള ഈ പാർട്ടീഷൻ ലൈനിലൊക്കെ ചെറിയ സ്ക്രാപ്സ് ഒക്കെ ഇരിക്കുന്നുണ്ടാവും. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ചീവി എടുത്ത് വൃത്തിയാക്കി മൂടിയൊക്കെ ഇട്ട് ടൈറ്റാണോ എന്ന് നോക്കി എല്ലാം സെറ്റായ ശേഷമാണ് അത് യാർഡിലേക്ക് അവരത് അപ്പം തന്നെ ഓക്കെ ആണെങ്കിൽ ഓക്കെ സീൽ അടിച്ച് പുറത്തേക്ക്, അതായത് നമ്മുടെ യാർഡിലേക്ക് മാറ്റും. ദെൻ അതിൻ്റെ QC എഞ്ചിനീയർ പിറ്റേ ദിവസം രാവിലെയാണ് ചെക്ക് ചെയ്യുക. QC എഞ്ചിനീയർ ചെക്ക് ചെയ്തിട്ട് അതിൽ ഡിസൈഡ് ചെയ്യും എന്ത് ചെയ്യണം എന്നുള്ളത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഓപ്പൺ ഫ്ലെയിം റോക്ക് ആൻഡ് റോൾ മെഷീനാണ്. ഇതിലാണ് നമ്മൾ വലിയ വാട്ടർ ടാങ്കുകളും സെപ്റ്റി ടാങ്ക്സുകളെല്ലാം മേക്ക് ചെയ്യുന്നത്. സെപ്റ്റി ടാങ്ക് എല്ലാം ഈ മെഷീനിലാണ് ചെയ്യുന്നത്. അതിന് ആ മെഷീന് നിശ്ചിതമായ അളവിൽ അതിൻ്റെ ആ ഓവൻ്റെ ഉള്ളിൽ കൊള്ളുന്ന മോൾഡുകളെ നമുക്ക് അതിൽ കയറ്റാൻ പറ്റുള്ളൂ. ഇതിൽ നമുക്ക് എത്ര വേണമെങ്കിൽ കയറ്റാം. അപ്പോൾ 10,000 വരെ നമുക്ക് ഈ മെഷീനിൽ മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. പ്രോസസ്സ് രണ്ടും ഒന്ന് തന്നെയാണ്. അതായത് പൗഡർ ഫീഡിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ മെൽറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇതിനും അതിലും ഒരേപോലെ തന്നെയാണ്. ഓരോ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് ബൈ ആക്സിൽ 2 ആക്സിൽ ഒരു ആമിൽ പിടിപ്പിച്ച മോൾഡ് അറ്റ് എ ടൈം 2 ആക്സിൽ കറങ്ങുന്നു എന്ന് മാത്രം. ഇവിടെ ഉണ്ടാകുന്ന എന്താണെങ്കിൽ മോൾഡ് കറങ്ങുകയും ഒപ്പം തന്നെ ഓവൻ, ഈ പറയുന്ന ഇതൊരു ഹീറ്റിംഗ് ഓവൻ തന്നെയാണ്, ലൈക്ക് അതേപോലത്തെ ഒരു ഹീറ്റിംഗ് ഓവനാണ്. പക്ഷേ എക്സ്റ്റേണലി ഈ ബർണേഴ്സ് വെച്ചിട്ടാണ് ചെയ്തിരുന്നത് മാത്രം. അവിടെ സിംഗിൾ ബർണറാണ്. ഇവിടെ നമ്പർ ഓഫ് ബർണേഴ്സ് കാണാം നിങ്ങൾക്ക്. ഒപ്പം തന്നെ ഇത് അപ്പ് ആൻഡ് ഡൗൺ ആവുന്നു. അങ്ങനെ ഒരു സംവിധാനമാണ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ തന്നെ എല്ലാ ഭാഗത്തേക്കും പൗഡർ എത്താൻ വേണ്ടിയിട്ടാണ് മെഷീൻ അപ്പ് ആൻഡ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം റോളിങ്ങും ഈ മെഷീൻ മോൾഡ് റോളിങ്ങും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുന്ന് നമ്മൾ അങ്ങോട്ടും മാറ്റി വെക്കാൻ ക്രെയിൻ യൂസ് ചെയ്യണം. യെസ്, ഇവിടെ ക്രെയിൻ യൂസ് ചെയ്യുന്നത് മാത്രം. അവിടെ മോൾഡ് ചേഞ്ചിങ് വരുമ്പോൾ മാത്രമേ നമുക്ക് മോൾഡായി നിന്ന് അഴിച്ചെടുക്കേണ്ടുള്ളൂ. ഇവിടെ നമുക്ക് ഏത് മോൾഡും ഏത് ടൈമിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാം. അപ്പോൾ സാഗറിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ കാണാൻ പോവുകയാണ്. ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നിതീഷ് ചേട്ടനാണ്. നിതീഷ് ചേട്ടാ, ഈ പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണ് നിങ്ങൾ വെറൈറ്റി ആയിട്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ എല്ലാം അറിയണം. യെസ്, നമുക്ക് അതിലേക്ക് പോവാം. സാഗറിൻ്റെ വിവിധ പ്രൊഡക്റ്റുകളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നതെല്ലാം. നമ്മുടെ ഏറ്റവും പ്രീമിയം പ്രൊഡക്റ്റുകളിലെ ഒന്നാണ് സാഗർ എക്സ്ട്രീം എന്ന് പറയുന്ന ടാങ്ക്. ഇത് ബ്ലാക്ക് കളറിലും വൈറ്റ് കളറിലുമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ ഈ ബ്ലാക്ക് കളറിലുള്ള എക്സ്ട്രീം ടാങ്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് അൺബ്രേക്കബിൾ ആണ്. ഓക്കെ, പൊട്ടിക്കാൻ പറ്റില്ല. നമ്മൾ ബ്ലോ മോൾഡിങ് HD ടാങ്കുകൾ ഒരുപാട് ഇങ്ങനത്തെ ടാങ്കുകൾ നിങ്ങൾ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷേ LLDPയിൽ സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മളാണ്. ഓക്കെ, ഇത് ഒരിക്കലും നമുക്ക് പൊട്ടിക്കാൻ, ഇത് നമുക്ക് കോമൺലി ഇത് എന്തിനു വേണ്ടി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം സപ്ലൈ ചെയ്യുന്ന ടാങ്കുകൾ സാധാരണ വാറണ്ടി ഇല്ലാതെയാണ് മാർക്കറ്റിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ വണ്ടികളിൽ വെള്ളം സപ്ലൈ ചെയ്യാൻ ഈ ടാങ്ക് വാറണ്ടിയോട് കൂടി കൊടുക്കാൻ പറ്റുന്നതാണ് ഈ ടാങ്കിന്റെ പ്രത്യേകത. ഇത് ഇടിച്ചാലോ തട്ടിയാലോ ഒന്നും പൊട്ടത്തില്ല. നമുക്കൊരു വലിയൊരു ഹാമർ വെച്ച് അടിച്ചാലും പൊട്ടില്ല. JCBയുടെ കൈ കൊണ്ട് ഇത് അമർത്തി
നിലത്ത് തട്ടുന്ന വരെ നമ്മൾ അമർത്തി ഇട്ട് പോലും ഈ ടാങ്ക് പൊട്ടിയിട്ടില്ല. അതുപോലെ നമ്മളൊരു 4 നില കെട്ടിടത്തിന് മുകളിൽ നിന്ന് വെള്ളം നിറച്ചിട്ട് ഈ ടാങ്ക് നിലത്ത് എറിഞ്ഞിട്ട് പൊട്ടിയിട്ടില്ല. അപ്പോൾ അത്രയും ഞങ്ങൾ ഈ ക്വാളിറ്റി ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഈ പ്രോഡക്റ്റ് ഞങ്ങൾ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത്രയും സ്ട്രോങ് ആണ്. അത് ഈ മെറ്റീരിയലിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ ടാങ്ക് നിർമ്മിക്കുന്ന മെറ്റീരിയൽ മറ്റു ടാങ്കുകളെ പോലെയല്ല, ഈ ടാങ്കിന്റെ മെറ്റീരിയലിന്റെ പ്രത്യേകതയാണ്. ഇത് നമുക്ക് 500 തൊട്ടിട്ട് 5000 വരെ ഈ ടാങ്ക് പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ സാഗർ റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിങ്ങിൽ വരുന്ന ടാങ്കാണ്. ഈ ടാങ്കുകളുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ടാങ്കുകളെല്ലാം തന്നെ 3 ലെയർ ആണ്. ബ്ലാക്ക് ടാങ്കുകളടക്കം മാർക്കറ്റിൽ 3 ലെയർ ആയി കൊടുക്കുന്ന LLDP ടാങ്കുകളാണ്. ഈ ടാങ്കിന്റെ മൂടിയും സെയിം നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന മൂടിയാണ് ഇതിനകത്ത് വരുന്നത്. LLDP മൂടിയാണ്. മൂടിക്ക് വരെ നമ്മൾ 10 വർഷം റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഈ പ്രൊഡക്റ്റിന് കൊടുക്കുന്നുണ്ട്. ദെൻ അതിന്റെ തന്നെ ബ്ലൂവും നമുക്ക് അവൈലബിൾ ആണ്. ബ്ലൂ, യെല്ലോ, ഗ്രീൻ അങ്ങനെ കസ്റ്റമറുടെ നീഡ് അനുസരിച്ച് നമുക്ക് ഏത് കളറിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. സാഗർ ഗ്രേറ്റ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഇതിന്റെ തന്നെ നമുക്കൊരു എക്കണോമിക് ഐറ്റം ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ ഒരു സെക്കൻഡ് ബ്രാൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് സാഗർ ഗ്രേറ്റ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഇത് ഏകദേശം എല്ലാം ഒരേപോലെയാണ്. അത് കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് സാഗർ റോക്ക് എന്ന് പറയുന്നത്. ഗ്രേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ കുറച്ച് എന്നാൽ തന്നെ നല്ല മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും നല്ല വൈറ്റ് ടാങ്കുകളിലെ ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്കറ്റ് ഷെയർ തരുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ സാഗർ ഗ്രേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വാട്ടർ ടാങ്ക്. അതുപോലെ തന്നെയാണ് നമുക്ക് വരുന്നത് സ്ക്വയർ ടാങ്കുകൾ, ക്യാപ്സ്യൂൾ ടാങ്കുകൾ. ഇതെല്ലാം നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് പല ബുദ്ധിമുട്ടുകളുണ്ട്. ആളുകൾ വീട് വെക്കുമ്പോൾ പണ്ടത്തെ പോലെ വലിയൊരു കെട്ടിയുണ്ടാക്കിയ ടാങ്കുകളോ കാര്യങ്ങളോ എല്ലാം ഇന്ന് ആളുകൾ ഉപയോഗിക്കുന്നത്. ഒരു ചെറിയൊരു ട്രസ്സിൻ്റെ സൈഡിലോ മറ്റോ അവരുടെ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് അവർക്ക് ഏത് ടാങ്ക് വേണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സപ്ലൈ ചെയ്യാവുന്ന തരത്തിൽ എല്ലാ സൈസിലുള്ള എല്ലാ രീതിയിലുള്ള പ്രൊഡക്റ്റുകളും നമ്മുടെ കയ്യിലുണ്ട്. യെസ്, ഇത് സ്ക്വയർ ആയിട്ടുള്ള ടാങ്ക്, റെക്ടാങ്കുലർ ടാങ്കാണ്. ഇത് വന്നിട്ട് നമുക്ക് 300, 500, 1000, 1500, 2000 എന്നീ സൈസുകളിൽ ഈ പ്രൊഡക്റ്റ് നമുക്ക് നമ്മളിവിടെ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെയാണ് ക്യാപ്സ്യൂൾ ടാങ്കുകൾ വരുന്നത്, ഹോറിസോണ്ടൽ ടാങ്ക്. ഇതും വന്നിട്ട് നമുക്ക് 1000 ലിറ്റർ, അതേപോലെ ഇത് 1500 ലിറ്ററിൻ്റെ പ്രൊഡക്റ്റുകൾ നമുക്കിപ്പോൾ നമ്മളിവിടെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഇന്ന് മാർക്കറ്റിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് മിസ്റ്റർ ക്ലീൻ എന്ന് പറയുന്നത്. ഇതിന് ഏറെ പ്രത്യേകതകളുള്ള ഒരു പ്രൊഡക്റ്റാണ്. നമ്മൾ സാധാരണ കണ്ട പോലെ ഒരു പ്രൊഡക്റ്റ് അല്ല, കണ്ടില്ലേ? എന്തൊക്കെയോ പ്രത്യേകത. അതെ, ഇതിങ്ങനെ സ്റ്റാൻഡോട് കൂടിയിട്ടാണ് നമ്മൾ കസ്റ്റമർക്ക് ഈ ടാങ്ക് കൊടുക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ക്ലീനിങ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇതിനകത്ത് ഇൻസ്റ്റാൾഡ് ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സ്വന്തമായിട്ട് ക്ലീൻ ചെയ്തോളും, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എപ്പോഴാണോ അതിനകത്ത് ചളി കളയേണ്ടതെന്ന് വെച്ചാൽ അടിയിൽ നമുക്കൊരു സംവിധാനം വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം, അടുത്ത ടാങ്കിൽ ഒന്നുകൂടി കൃത്യമായിട്ട് കാണിക്കാൻ സാധിക്കും. അത് നമുക്ക് കാണിച്ചു തരാം. നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള, എത്രയും പെട്ടെന്ന് ക്ലീൻ ചെയ്യാനുള്ള ഒരു സംവിധാനം ഈ ടാങ്കിനകത്തുണ്ട്. ദെൻ അതുപോലെ തന്നെ ഈ ടാങ്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മാർക്കറ്റിലെ കോമ്പറ്റീറ്റർമാർ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ബെറ്റർ ആയിട്ട് നമ്മൾ ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്നതിന്റെ വേറൊരു കാരണം ഇത് 4 ലെയറിലാണ് നമ്മൾ ഈ സംഭവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. 4 ലെയറുകളുണ്ട്. 4 ലെയറിൽ ഒരു ലെയർ എന്ന് പറയുന്നത് പഫ് ഇൻസുലേഷൻ ആണ്. അതുകൊണ്ട് ഈ ടാങ്കിലെ വെള്ളം ഒരിക്കലും ചൂടാവില്ല. ക്ലീൻ ആൻഡ് കൂൾ ആൾവേസ്. ക്ലീനുമാണ്, തണുപ്പുമാണ്. വെള്ളം ചൂടാകാതെ നമുക്ക് നിലനിർത്താനുള്ള ഒരു സംവിധാനം കൂടി ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനകത്ത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് പൈപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിന്റെ പ്ലംബിംഗ് സംവിധാനം നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ R&D ചെയ്തെടുത്ത ഒരു ഫ്ലോട്ടിംഗ് സംവിധാനം, അതായത് വാട്ടർ കൺട്രോളിംഗ് സിസ്റ്റം കൂടി ഇതിനകത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. വെള്ളം നിറയുന്നതനുസരിച്ച് ഇത് ഓട്ടോമാറ്റിക്കലി ലൈൻ വാട്ടറിനെ ഓഫ് ചെയ്തോളും. അതുപോലെ തന്നെ ഇതിനകത്തുള്ള പ്ലംബിംഗ് സംവിധാനം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നമ്മുടെ സാധാരണ ടാങ്കുകളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മുകളിൽ നിന്നും വെള്ളം താഴത്തേക്ക് കുത്തി വീഴുകയാണ് ഉണ്ടാകുക. അപ്പോൾ താഴത്തെ മണ്ണോ ചളിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ വെള്ളത്തിനകത്ത് കലങ്ങിച്ചേരും. ഇതിന് നമ്മൾ മുകളിൽ നിന്നും വെള്ളത്തെ ഒരു പ്ലംബിംഗ് സംവിധാനത്തിൽ കൂടെ ഏറ്റവും അടിയിലെത്തിച്ച് 4 ഔട്ട്ലെറ്റുകളാക്കി അതിനകത്ത് വെള്ളത്തെ ഒരു ചുഴി പോലെ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ചുഴി പോലെ ക്രിയേറ്റ് ചെയ്താൽ വെള്ളം കറങ്ങിയിട്ടാണ് എപ്പോഴും മുകളിലോട്ട് നിറഞ്ഞു പോകുന്നത്. ഇതിന്റെ അടിഭാഗം കർവായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചളിയോ മണ്ണോ അടങ്ങിയിട്ടുള്ള വെള്ളം എപ്പോഴും ഇതിന് ഈ കർവ് ഏരിയയിൽ വന്ന് സ്റ്റോർ ആവും. ഓക്കെ, നമുക്ക് ആവശ്യാനുസരണം ഇവിടെ നിന്നൊരു ഔട്ട്ലെറ്റ് എടുത്ത് നമുക്കത് ഒഴുക്കി കളയാവുന്നതാണ്. അതായത് ചളിയോ അല്ല മണ്ണ് ഇതൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. ഇതിന്റെ ഡെലിവറി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഡെലിവറി ഇവിടെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ കർവിൽ നിന്നും മുകളിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചളി അടങ്ങിയുള്ള ഈ വെള്ളം എപ്പോഴും ഈ താഴത്ത് സ്റ്റോർ ചെയ്യുകയും ചെയ്യും. ഇതിന്റെ മുകളിൽ നിന്നാണ് നമ്മൾ ഡെലിവറി എടുക്കുന്നതുകൊണ്ട് ഇവിടുന്ന് വരുന്ന വെള്ളം മണ്ണോ കരടോ ചളിയോ ഇല്ലാതെ വൃത്തിയുള്ള വെള്ളം നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും. അതാണ് ഈ ടാങ്കിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ പറയുന്നത്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുപോലെ തന്നെ മൂടി, 2 ലെയർ മൂടി. ഇതിനകത്തൊരു ബ്ലാക്ക് ലിഡ് വരുന്നുണ്ട്. സൺലൈറ്റ് അതിന് അകത്തോട്ട് കിടക്കാതിരിക്കാൻ വേണ്ടി ഒരു ലെയർ ബ്ലാക്ക് ലിഡും ദെൻ അതിന്റെ മുകളിൽ LLDPയുടെ
നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ലിഡ് കൂടി നമ്മൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കോമൺലി 2.5 അടിയുള്ള സ്റ്റാൻഡ് 4 അടി 6 അടി ഇങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഹൈറ്റിന്റെ വ്യത്യാസം ഇത് നോർമൽ നമുക്ക് ഒരു ക്ലീനിങ് പർപ്പസ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ 2.5 അടി മതിയാവും. ചില ആളുകൾക്ക് പ്രഷർ കിട്ടാത്ത സ്ഥലങ്ങളിൽ ഹൈറ്റ് കൂട്ടേണ്ടി വരാം. അതുപോലെ ഈ സോളാർ വാട്ടർ ഹീറ്ററൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിലേക്ക് വെള്ളത്തിന് പ്രഷർ കിട്ടാൻ വേണ്ടിയിട്ടാണ് വലിയ ഹൈറ്റുള്ളത് ഉപയോഗിക്കുന്നത്. ചിലവർ 10 അടി 12 അടിയൊക്കെ ആയിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. ദെൻ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്കുകളാണ്. അണ്ടർഗ്രൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് യെസ്, ഇത് നമുക്ക് മണ്ണിനകത്ത് കുഴിച്ചിട്ടിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇത്രയും ഒരു ഷേപ്പ് ഒക്കെ ഇങ്ങനെ സ്ട്രെങ്ത് കൂടുതൽ കിട്ടാൻ വേണ്ടി മണ്ണിനടിയിൽ നോക്കുമ്പോൾ മണ്ണിന്റെ പ്രഷർ കൂടി ഉണ്ടാവുമല്ലോ, അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യത്തക്ക രീതിയിലാണ് നമ്മൾ ഇതിന്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രൂപത്തിൽ തന്നെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. സാധാരണ ടാങ്കിൽ നിന്നും രൂപത്തിൽ വ്യത്യസ്തമായി തോന്നുന്നത് അതുകൊണ്ടാണ്. നല്ല ഭംഗിയുണ്ട്. അതെ 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 അതെ, നല്ല ഹെവി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഇത് ഇതേപോലെ തന്നെ ലിറ്റർ എത്ര ലിറ്റർ? ഇത് നമുക്ക് 1000, 2000, 3000, 5000 ലിറ്റർ കപ്പാസിറ്റിയിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. അടുത്തതാണ് സാഗർ സേഫ് സെപ്റ്റി ടാങ്കുകൾ. സെപ്റ്റി ടാങ്കിന്റെ വലിയൊരു കളക്ഷൻ തന്നെ. അതെ 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 അതെ, ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെപ്റ്റി ടാങ്കിന്റെ രീതിയാണ് പോളിമർ സെപ്റ്റി ടാങ്കുകൾ. പണ്ടത്തെ നമ്മൾ പണ്ട് കാലങ്ങളിൽ കെട്ടിയുണ്ടാക്കിയ സെപ്റ്റി ടാങ്കുകളോ അല്ലെങ്കിൽ കോൺക്രീറ്റിന്റെ സെപ്റ്റി ടാങ്കുകളോ ഉപയോഗിച്ചിരുന്നു. അതെല്ലാം റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു സംഭവമാണ് പോളിമർ സെപ്റ്റി ടാങ്കുകൾ. ഇതിന്റെയൊക്കെ പിന്നെ വാറണ്ടി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? സെപ്റ്റി ടാങ്കുകൾക്ക് നമ്മൾ വാറണ്ടി അപ് ടു ഇൻസ്റ്റലേഷൻ മാത്രമാണ് നമ്മൾ മാർക്കറ്റിൽ കൊടുക്കുന്നത്. സെപ്റ്റി ടാങ്കുകൾ അതുകൊണ്ട് തന്നെയാണ് അത്ര ഹെവിയാണ്. അത് കംപ്ലൈന്റുകൾ ഇൻസ്റ്റലേഷന് ശേഷം കംപ്ലൈന്റുകൾ ഇന്നേ വരെ നമുക്ക് വന്നിട്ടുമില്ല. പക്ഷേ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഇൻസ്റ്റലേഷൻ വരെ മാത്രമാണ് അതിന് വാറണ്ടി കൊടുക്കുന്നുള്ളൂ. ബാക്കി എല്ലാ പ്രൊഡക്റ്റുകളും 10 വർഷത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടിയോട് കൂടിയിട്ടാണ് നമ്മൾ മാർക്കറ്റിൽ. അതെ അതെ അതെ, ഇതിപ്പോ നമ്മൾ എല്ലാ പ്രോഡക്റ്റും ഏകദേശം കണ്ടു അല്ലേ? എല്ലാ പ്രോഡക്റ്റും കണ്ടിട്ടുണ്ട്. ഇത് എവിടെയൊക്കെ നിങ്ങൾ ഇപ്പോൾ മാർക്കറ്റ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ നിലവിൽ കേരളം മുഴുവനായിട്ടും ചെയ്യുന്നുണ്ട്. കർണാടകയുടെ സൗത്ത് സൈഡ്, അതുപോലെ തന്നെ നമ്മുടെ തമിഴ്നാട്, ആന്ധ്ര വരെ. ആന്ധ്രയിൽ നമ്മുടെ കുറച്ച് സ്പെഷ്യൽ പ്രോഡക്റ്റുകൾ പറഞ്ഞു, മിസ്റ്റർ ക്ലീൻ, അത്തരം പ്രോഡക്റ്റുകൾ നമ്മൾ ആന്ധ്ര വരെ ഇപ്പോൾ നിലവിൽ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കസ്റ്റമേഴ്സ് ഡയറക്റ്റ് ആണ് നിങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ ഡീലേഴ്സ് വഴിയാണ്? അല്ല, നമ്മൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ സിറ്റികളിലും, ഒരുവിധം എല്ലാ സിറ്റികളിലും നമ്മുടെ ഡീലേഴ്സ് ഉണ്ട്. ഡീലേഴ്സ് ത്രൂ ആണ് നമ്മൾ ചെയ്യുന്നത്. കസ്റ്റമർ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സെല് ചെയ്യുന്നില്ല. അതെ അതെ, അവർക്ക് ഏറ്റവും അടുത്ത് നിയറസ്റ്റ് ആയിട്ടുള്ള ഡീലറെ കോൺടാക്ട് ചെയ്താൽ തന്നെ നമ്മുടെ ഏത് പ്രോഡക്റ്റും അവർക്ക് വാങ്ങിക്കാൻ പറ്റും. ഇതിന്റെ പ്രൈസ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? പ്രൈസ് എനിക്കിപ്പോ എല്ലാ പ്രോഡക്റ്റിന്റെ പ്രൈസ് പെട്ടെന്ന് പറയുക എന്ന് പറയുന്നത് ഒരു പോസിബിൾ അല്ലല്ലോ ഇത്തരം പ്രോഡക്റ്റിന്റെ. അതെ 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 അതെ, നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് നിങ്ങൾക്ക് ഏത് പ്രൈസിന്റെ കാര്യങ്ങളോ എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് തരാം. ഏറ്റവും ഡീലറെ കാര്യങ്ങളെല്ലാം നമ്മൾ ഡെലിവറിയും കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്ത് എന്തായാലും വലിയ സന്തോഷം. ഓക്കെ, താങ്ക് യു. എത്രയാണ് സാഗറിന്റെ വിശേഷങ്ങൾ? എങ്ങനെയുണ്ട് കാഴ്ച? ഒരു സെപ്റ്റിക് ടാങ്ക് അല്ലെങ്കിൽ വാട്ടർ ടാങ്ക് ഒക്കെ ചെയ്തെടുക്കുന്ന ആ ഒരു രീതി നമ്മൾ നല്ല ഭംഗിയായിട്ട് തന്നെ കണ്ടു അല്ലേ? നല്ല അടിപൊളി മെഷീൻസ് വെച്ചിട്ടാണ് സാഗറിൽ ഈ ഓരോ പ്രോഡക്റ്റും ചെയ്തിട്ട് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ കൂടുതലായിട്ട് എന്തെങ്കിലും വിശേഷങ്ങൾ, വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്ന് തീർച്ചയായും നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ. നമ്പർ ഞാൻ എന്നും കൊടുക്കുന്ന പോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വിളിക്കാം, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.